ക്രിസ്മസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കിടിലൻ ഒരു അണ്ടിയുണ്ടയാണ്. അതിന് നമ്മൾ റാഗിപ്പൊടി വെച്ചാണ്, പുല്ലുപൊടി. ഇത് പുല്ല് റാഗി പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് അവലാണ്. അതിനൊക്കെ ഒരു അവല്, നല്ല ചുമന്ന സൈസ് അവല്, അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാൻ. പിന്നെ അണ്ടിപ്പരിപ്പ് നുറുങ്ങിയ സൈസ് അണ്ടിപ്പരിപ്പ് വാങ്ങാൻ കിട്ടുന്ന കടയിൽ, അതുകൊണ്ട് ഒരു 1/2 കിലോ, ഒരു 1/4 കിലോ ബദാമുണ്ട്. പിന്നെ നമ്മൾ കറുത്ത എള്ള്. ഇത് നമുക്കിതൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പും എള്ളും ഇതും ബദാമും അവലും. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ശർക്കര, തേങ്ങ, ജീരകം, ഏലക്ക. ഇത്ര നമുക്ക് ഇതൊക്കെ വറുത്ത് പൊടിച്ചെടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് നല്ലൊരു ഉണ്ട ഉണ്ടാക്കി രാവിലെ കഴിക്കാൻ വേണ്ടിയാണ്. ഒരു പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചു, ഗ്യാസ്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് നുറുക്കിട്ട് വറുത്തെടുക്കാം. ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പിനെ നുറുക്കിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചുമക്കണേക്ക് മുമ്പ് എടുക്കണം, നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇത് വറുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി ബദാം വറുക്കാം. ബദാം റെഡി ആയിട്ടുണ്ട്. ഇനി എള്ള് വറുത്തെടുക്കാം. എള്ള് കുറച്ച് വറുത്താൽ മതി. എള്ള് പെട്ടെന്ന് ആവണ സാധനമാണ്. അപ്പോൾ ഇതും പാത്രത്തിലേക്ക് മാറ്റാം. അണ്ടിപ്പരിപ്പും ഒന്ന് ചേറ്റി ഇതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞ് പൊടിച്ചെടുക്കണം. അവല് പൊടിച്ചെടുക്കണം, ബദാം പൊടിച്ചെടുക്കണം. എള്ളും ഇതുപോലെ തന്നെ ഒന്ന് ചേറ്റി നല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കളയണം. ഇതൊക്കെ ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ജാറിൽ പുല്ലുപൊടി ചട്ടിയിൽ ചൂടായപ്പോൾ അതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്.
നന്നായിട്ട് വറുത്ത് ഉല്ലുപൊടി റാഗി പൊടിച്ചതാണ്, മില്ലിൽ പൊടിച്ചതാണ്, പൊടി വാങ്ങിയതല്ല. മില്ലിൽ ജ്യേഷ്ഠത്തിയൊക്കെ മില്ലുണ്ട്, അവിടെ പൊടിച്ച് എടുത്ത പൊടിയാണ്. നന്നായിട്ട് വറുത്തെടുത്തില്ലെങ്കിൽ നമുക്ക് കൂളിപ്പോണ്ട്. പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേറെ വേവില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് വറുക്കണം. നമ്മൾ നട്ട്സൊക്കെ വെച്ച് എള്ളും വെച്ചുണ്ടാക്കാൻ പോകുന്ന ഉണ്ടയാണ്. അതിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ബദാം പൊടിച്ചിട്ടുണ്ട്, എള്ള് പൊടിച്ചു, ഉല്ലുപൊടി വറുത്തെടുത്തിട്ടുണ്ട്, അവൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ശർക്കര, അതിലേക്ക് വേണ്ടുന്ന തേങ്ങ, ഇത്ര സാധനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കുറേശ്ശെ മിക്സിയിലെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. റാഗിപ്പൊടി ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. നട്ട്സ് ഈ ബദാം പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുത്ത്, നട്ട്സ് അണ്ടിപ്പരിപ്പ് പൊടിച്ചതും 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. തേങ്ങ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ശർക്കര, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം മിക്സിയിൽ, ജാറിൽ. അവലിട്ടിട്ടില്ല, ഇത് ജാറ് ഒരുവിധം നിറഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനവും മിക്സിയിൽ ഇതേപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ്. കുറച്ചും കൂടി തേങ്ങ ഇടുമ്പോൾ ഇതിന് ഇത് കിട്ടും. മിക്സിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കറക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്താൽ ഇങ്ങനെ ഇരിക്കും. അത് നമുക്കിനി പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് അത് ഉണ്ടാക്കി പിടിക്കാം. ഹലോ ഗായ്സ്, നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമും എള്ളും ഒക്കെ വെച്ചുണ്ടാക്കിയ അവലോസുപൊടി പോലെ തന്നെ പണ്ട് മാതാപിതാക്കൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അരി വറുത്തൊക്കെ പൊടിച്ച് ഇതുപോലെയൊക്കെ. ഇന്നിപ്പോൾ നമ്മൾ ഇത് വെറൈറ്റി ആക്കി അണ്ടിപ്പരിപ്പ് വെള്ളമൊക്കെ ആയിട്ട് പൊടിച്ച് മിക്സിയിൽ അത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ശർക്കര, തേങ്ങ. അപ്പോൾ ഇത് 2 ദിവസമൊക്കെ പുറത്തിരിക്കുള്ളൂ. പിന്നെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, തേങ്ങ വറുക്കാതെ ഇട്ടതിൻ്റെ പേരിൽ. അപ്പോൾ എല്ലാവരും ഇതിന് നമുക്ക് ഉണ്ട പിടിക്കണം. എല്ലാവരും അപ്പോൾ ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തരണം കേട്ടോ. എൻ്റെ ജ്യേഷ്ഠത്തിയൊക്കെ പറയുന്നു ഒരുപാട് ഗ്രൂപ്പുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യാറില്ല എന്ന്. അപ്പോൾ ആ പരാതി തീർക്കാൻ എൻ്റെ വീഡിയോകൾ കാണുന്നവരെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് ഉണ്ട പിടിച്ചു കാണിച്ചു തരാം. എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഇത് കഴിക്കണം. ഇത് കഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ നിങ്ങളെല്ലാവരും. അല്ല ഇതിന്ന് തരാനൊന്നുമില്ല, ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് വെള്ളം കുടിച്ചാൽ മതി. എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ഈന്തപ്പഴം കഴിച്ചാലും മതി. അപ്പോൾ ഇതും ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. നല്ലൊരു ഉണ്ടയാണ്. അവലോസ് പൊടിയല്ല ഇത്, അണ്ടിപ്പരിപ്പുണ്ട എന്ന് പറയും.
ഇതാണ് നമ്മുടെ ബദാം അണ്ടിപ്പരിപ്പ് എള്ള് വെച്ചുണ്ടാക്കിയ ഉണ്ട. അപ്പോൾ ഇത് എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ദിവസവും രാവിലെ ഓരോ ഉണ്ട കഴിക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.